ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിന് വേണ്ടി മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, മാവിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 1/2 കിലോ പൊടി ഞാൻ എടുക്കുന്നുണ്ട്, അതിന് 2 ഗ്ലാസ് വെള്ളം. പിന്നീട് വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം തന്നെ എടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ കുറച്ചുകൂടി ചൂടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇടിയപ്പപ്പൊടിയുടെ ആ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം, ഒരുപാട് ഒഴിക്കേണ്ട, എല്ലാം ഒരുമിച്ച് ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മളിത് സ്പൂൺ കൊണ്ടിട്ടാണ്, ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ടിട്ടാണ് നമ്മളൊന്ന് കുഴയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല ചൂടാണ്, നല്ല തിളയ്ക്കുന്ന വെള്ളമാണ്, നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. ഇപ്പം കുറച്ച് ഒഴിക്കാം, ഒരുമിച്ച് ഒഴിക്കരുത്. അപ്പോൾ നമുക്കൊരു പാകം അറിയില്ല. ഒത്തിരി ഒഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പരുവം കിട്ടുന്നില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ല പിടിക്കാൻ വരുന്ന പാകത്തിലെത്തുമ്പം നമുക്കിത് ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ ചൂടിൽ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചെറിയ ചൂടിൽ ഇപ്പോൾ ചെറുതല്ല, നന്നായിട്ടൊരു ചൂടുണ്ട്. എന്നാലും നമുക്ക് കുറേശ്ശെ പതുക്കെ നമുക്കിത് കുഴച്ചെടുക്കാം കൈകൊണ്ടിനി. ഇപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 കിലോ മാവിന് ഈ 2 ഗ്ലാസ് വെള്ളം മതി. ഫുള്ള് എടുത്തിട്ടുണ്ട്. ഈ വെള്ളം എടുത്ത് വെച്ചിരുന്ന ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കിലോ മാവിന് ഇത് ഫുള്ള് വെള്ളം. ഇതൊന്ന് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് കൈകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറേശ്ശെ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ചെറിയല്ല, നല്ല ഈ ചൂടോട് തന്നെ കുഴച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം സോഫ്റ്റ് ആകത്തുള്ളൂ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചൂട് വെള്ളത്തിൽ തന്നെ ഇത് കുഴയ്ക്കണം. അപ്പോൾ തന്നെ കുഴയ്ക്കണം. ഈ തിളച്ച വെള്ളത്തിൽ തന്നെ കുഴയ്ക്കണം. ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാതെ അടച്ച് വെക്കണം. തുറന്ന് വയ്ക്കരുത്, അടച്ച് തന്നെ വെക്കണം. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഇടിയപ്പ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വയ്ക്കാം. വെള്ളം വെച്ച് ചൂടാക്കാം. ഇടിയപ്പത്തിന് നമ്മൾ അത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് വെള്ളം വെച്ച് ചൂടാക്കാം. എന്നിട്ട് ഞാനിവിടെ സേവാനാഴി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഒരു സേവാനാഴി. അതിനകത്ത് ഏറ്റവും ചെറിയ ഹോളുള്ള അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഹോള്. നമുക്കൊരു ചെറിയ ഹോള് കാണും, അതിലും മീഡിയം കാണും, കുറച്ച് വലുത് കാണും. ഇതിലേറ്റവും ചെറിയ ഹോളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ അകത്ത് കുറച്ച് എണ്ണ, നന്നായിട്ടൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മളല്ലാതെ ഇഡ്ഡലിയുടെ പാത്രത്തിലൊന്നും നമ്മൾ എണ്ണ പുരട്ടുന്നില്ല. ഇതിനകത്ത് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അധികം ഓവർലോഡായിട്ട് വയ്ക്കാതെ കുറച്ച് മാവായിട്ട്
വയ്ക്കാം. അധികം ഒത്തിരി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ കറക്കി എടുക്കാൻ ഭയങ്കര കട്ടിയാവും, നല്ല ഹാർഡായിട്ട് വരും, നല്ലോണം ആയി വരികയില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് കറക്കിയെടുക്കാം. ഈ പാത്രത്തിനകത്ത് എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാലും ഇത് ഇടിയപ്പം കുഴച്ചത് ശരിയായിട്ടില്ലെങ്കിലും ഇത് സോഫ്റ്റ് ആവില്ല. ഇപ്പോൾ ഇത്രയും ചൂട് വെള്ളത്തിലൊക്കെ കുഴച്ചത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ, ഒത്തിരി ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ എല്ലാം ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് ഒരു ഓപ്ഷനിലാണ്. തേങ്ങ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇതിനകത്തിടാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തേങ്ങ ഇടാം, നിർബന്ധമില്ല. തേങ്ങ വേണമെങ്കിൽ. ഇപ്പം ഇഡ്ഡലിയുടെ ആ പാത്രം നല്ല വെള്ളമെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഓരോന്ന് ഇറക്കി വയ്ക്കാം. ഇത് 3-4 മിനിറ്റ് അത്രയും മാത്രം മതി. 3-4 മിനിറ്റ് കൊണ്ട് ഇത് വേവും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ആ ചൂട് വെള്ളത്തിലേക്കുന്ന മാവ് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ്. അതിന് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിപ്പോവും. ഇപ്പോൾ ഈ ഒരു ആവി വരുമ്പോഴേ ഇതെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നോക്കാം, അതിൽ നിന്ന് ഇളകി വരുന്ന ഒരു പാകത്തിനാണിത്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്കൊരു കാസറോളിൽ ഇട്ട് വയ്ക്കാം. ഇതിന് സ്പൂണൊന്നും വേണ്ട കാര്യമില്ല, ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഓരോന്നായിട്ട് ഇളകി വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, കറക്റ്റ് പാകത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് മാത്രം മതി. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മളപ്പോൾ ആ വെള്ളം ചൂടൊന്ന് ആറുന്നതിന് മുന്നേ അപ്പോഴും തന്നെ കുഴയ്ക്കണം. മാക്സിമം അപ്പോഴും തന്നെ സ്പൂൺ വെച്ചിട്ട് കുഴച്ചിട്ട് ആ ഒരു ചെറിയ ഒരു ചൂട് മാറി വരുമ്പോഴത്തേക്ക് കൈ കൊണ്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഏതിൻ്റെ കൂടെ നല്ലതായിട്ട് മുട്ടക്കറി, ചിക്കൻ കറി, ഞാനിവിടെ ചിക്കൻ കറി എടുത്തിരുന്നത്, വറുത്തരച്ച് ചിക്കൻ കറിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.